ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിറ്റക്ഷൻ ഓഫ് എ കൗണ്ടർ ഫീറ്റ് നോട്ട് അറ്റ് ദി ക്യാഷ് കൗണ്ടർ ദ ബാങ്ക് എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കൗണ്ടർ ഫീറ്റ് നോട്ട് കൗണ്ടറിൽ കണ്ടെത്തി കഴിഞ്ഞാൽ, കൗണ്ടറിൽ എന്താണ് ഒരു കൗണ്ടർ ഫീറ്റ് നോട്ട്, ഒരു ഫേക്ക് നോട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും? റിട്ടേൺസ് ദ നോട്ട് ടു ദി കസ്റ്റമർ, എക്സ്ചേഞ്ച് വിത്ത് എ ജെനുവിൻ നോട്ട്, ഡെപ്പോസിറ്റ് ഇൻ ദി അക്കൗണ്ട്, ഇംബൗണ്ട് ദി നോട്ട് ആസ് പെർ റൂൾ ആൻഡ് ഇഷ്യൂ റെസിപ്റ്റ്. ഇംബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സീസ് എന്നാണ് അർത്ഥം കേട്ടോ. സീസ് എന്ന് വെച്ചാൽ എന്താണ്? അതിനെ എന്താണ് സീസ് ചെയ്യുക, അതിനെ എന്താണ് അതിൻ്റെ കൈവശാവകാശം തിരിച്ച് ബാങ്കിലേക്ക് വാങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഉത്തരം വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒരു ഫേക്ക് നോട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കുമോ? ഒരിക്കലും തിരിച്ചു കൊടുക്കത്തില്ല. ഓക്കെ, അത് ജെനുവിൻ നോട്ടായിട്ട് ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്യത്തില്ല, അതൊരിക്കലും ഡെപ്പോസിറ്റും ചെയ്യത്തില്ല. എപ്പോഴും അത് എന്തേ ചെയ്യത്തുള്ളൂ? സീസ് ചെയ്ത് റൂൾ പ്രകാരം എന്താണ് ആ ഒരു നോട്ട് ആരാണോ തന്നത് അയാൾക്ക് എന്ത് ചെയ്യും? റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് നോക്കാം. കൗണ്ടർ ഫീറ്റ് നോട്ട്. ഓക്കെ, കൗണ്ടർ ഫീറ്റ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫേക്ക് കറൻസിയാണ് കേട്ടോ. ഫേക്ക് കറൻസിയാണ് കൗണ്ടർ ഫീറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഫേക്ക് ആയിട്ടുള്ള കറൻസിയാണ് കൗണ്ടർ ഫീറ്റ് നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം കൗണ്ടർ ഫീറ്റ് നോട്ട് നമ്മുടെ ഒരു ബാങ്കിൻ്റെ കൗണ്ടറിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു കസ്റ്റമർ എന്താണ് നോട്ട്സ് സബ്മിറ്റ് ചെയ്തു, എന്തെങ്കിലും പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടായിരിക്കും. അങ്ങനെ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്നും എന്താണ് കൗണ്ടർ ഫീറ്റ് നോട്ട് കിട്ടുന്ന അവസ്ഥയാണ്. ആ അവസരത്തിൽ റിസർവ് ബാങ്കിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം ബാങ്കുകൾ എന്ത് ചെയ്യണമെന്നാണ് നമുക്ക് നോക്കാം. കൗണ്ടർ ഫീറ്റ് നോട്ട് ഇസ് എ ഫേക്ക് കറൻസി നോട്ട് മെയ്ഡ് ടു ലുക്ക് ലൈക്ക് എ ഇന്ത്യൻ ജെനുവിൻ ബാങ്കിങ് നോട്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ജെനുവിൻ കറൻസി ആയിട്ട് കാണപ്പെടുന്നത് നമുക്കറിയാമല്ലേ, കള്ള നോട്ട് എന്ന് നമ്മൾ പറയും. കള്ളപ്പണമല്ല, കള്ള നോട്ടാണ്, രണ്ടാണ് കേട്ടോ. കള്ളപ്പണം എന്ന് പറയുന്നത് എന്താണ്? കള്ളപ്പണം എന്ന് പറയുന്നത് ടാക്സ് ഇവേഡ് ചെയ്ത് കിട്ടുന്ന പണമാണ് കള്ളപ്പണം. വൈറ്റ് മണി, ബ്ലാക്ക് മണി എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, സോഴ്സ് കൃത്യമായിട്ട് കാണിക്കാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ സോഴ്സ് എന്താണ് ഇൻകം ടാക്സിന് മുന്നിൽ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കാത്ത ഒരു സോഴ്സ് അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള മണിയാണ് നമ്മൾ ബ്ലാക്ക് മണി അല്ലെങ്കിൽ കള്ളപ്പണം എന്ന് പറയുന്നത്. ഓക്കെ, കള്ള നോട്ട് എന്ന് പറയുന്നതാണ് ഫേക്ക് കറൻസിയാണ്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കത്തില്ല പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്തായിരിക്കും? നമ്മൾ സാധാരണ ലോക്കൽ പ്രിൻറ്റേഴ്സ് ആയിരിക്കും അത് കള്ളനോട്ട് അടിക്കുന്ന ആൾക്കാരായിരിക്കും പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആട് 2 സിനിമയിലൊക്കെ നമ്മൾ കണ്ടില്ലേ, കമ്മട്ടം വെച്ചിട്ട് കള്ളനോട്ട് അടിക്കുന്നത്, ആ ഒരു സെറ്റപ്പ് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കൗണ്ടർ ഫീറ്റ് നോട്ട് എന്ന് പറയുന്നത് ഫേക്ക് കറൻസിയാണ്. ഓക്കെ, ഇന്ത്യൻ കറൻസി നോട്ട് പോലെ ഇരിക്കുന്ന ഫേക്ക് കറൻസിയാണ് കൗണ്ടർ ഫീറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഇഷ്യൂഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അല്ലേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്കും എന്താണ് നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. 1 രൂപ നോട്ടായിരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ബാക്കി എല്ലാ നോട്ടുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും ഇഷ്യൂ ചെയ്യാത്ത നോട്ടിനെയാണ് എന്ത് കള്ള നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയോളൂ. വെൻ എ കൗണ്ടർ ഫീറ്റ് ഓർ ഫേക്ക് കറൻസി നോട്ട് ഇസ് ഡിറ്റക്റ്റഡ് അറ്റ് ദി ബാങ്ക് കൗണ്ടർ ഇൻ ഇന്ത്യ, ദ ബാങ്ക്സ് മസ്റ്റ് ഫോളോ ദ ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൗണ്ടർ ഫീറ്റ് കറൻസി എന്താണ് ബാങ്ക് കൗണ്ടറിൽ കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ രീതിയിൽ അതിനെ ഫോളോ ചെയ്യണം എന്നുള്ളത് അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, നോക്കിയോളൂ എന്തൊക്കെയാണ് ആ റൂൾസ് പ്രകാരം ഒരു ബാങ്ക് കൗണ്ടറിൽ നമുക്ക് കൗണ്ടർ ഫീറ്റ് നോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രവൃത്തികൾ എന്താണെന്ന് നോക്കാം. The bank must impound or confiscate the counterfeit note. പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സീസ് ചെയ്യുക. ആ ഒരു കൗണ്ടർ ഫീറ്റ് നോട്ട് എന്ത് ചെയ്യുക? സീസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പിന്നെ തിരിച്ച് കൊടുക്കരുത്, അതിനെ എന്ത് ചെയ്യുക? കസ്റ്റഡിയിൽ എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ ബാങ്ക് മസ്റ്റ് സീസ് ദി കൗണ്ടർ ഫീറ്റ് നോട്ട്. അപ്പോൾ കൗണ്ടർ ഫീറ്റ് നോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുക? അതിനെ മാറ്റി വയ്ക്കുക, അതിനെ സീസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ ദ നോട്ട് ഈസ് നോട്ട് റിട്ടേൺഡ് ടു ദി കസ്റ്റമർ. നമ്മുടെ ക്വസ്റ്റ്യനിൽ അടുത്ത പോയിന്റ് ആയിരുന്നു അല്ലേ, നോട്ട് എന്ത് ചെയ്യുന്നില്ല? അത് ആ ഒരു കസ്റ്റമറിന് തിരിച്ചു കൊടുക്കുന്നില്ല. നോട്ട് റിട്ടേൺഡ് ടു ദി കസ്റ്റമർ. അങ്ങനെ തിരിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ അയാൾക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും പണത്തിൻ്റെ നഷ്ടമുണ്ടാവും. ഇപ്പോൾ ഒരു എന്താണ് 100 രൂപയുടെ ഒരു 10 നോട്ട് കൊടുത്തു, അതിലൊരു 2 നോട്ട് കൗണ്ടർ ഫീറ്റ് നോട്ട് ആണെങ്കിൽ ആ ഒരു 200 രൂപയുടെ നഷ്ടം ആര് സഹിക്കണം? ആ ഒരു കസ്റ്റമർ തന്നെ സഹിക്കണമെന്ന് മനസ്സിലായിക്കോളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ട് തിരിച്ച് കസ്റ്റമറിന് കൊടുക്കുന്നതായിരിക്കത്തില്ല. ഇനി നോക്കിക്കൊള്ളുക. ദ ബാങ്ക് ഡസ് നോട്ട് എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ എ ജെനുവിൻ നോട്ട്. എന്താണ്? എക്സ്ചേഞ്ചും ചെയ്യത്തില്ല. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആ ഒരു കൗണ്ടർ ഫീറ്റ് നോട്ട് എത്ര എണ്ണമാണോ കണ്ടെത്തുന്നത്, എത്ര വാല്യൂ ആണോ ഉള്ളത്, അതൊരിക്കലും ബാങ്ക് എന്ത് ചെയ്യത്തില്ല? ജെനുവിൻ എമൗണ്ട് അല്ലെങ്കിൽ ജെനുവിൻ കറൻസി ആയിട്ട് റീപ്ലേസ് ചെയ്യത്തില്ല. ആ ഒരു എമൗണ്ടിൻ്റെ നഷ്ടം ആ ഒരു കസ്റ്റമർ എന്ത് ചെയ്യേണ്ടി വരും? വഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ദ ബാങ്ക് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ കോമ്പൻസേറ്റിംഗ് ദ ലോസ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു ലോസ്, കൗണ്ടർ ഫീറ്റ് നോട്ട്
എന്താണ് കണ്ടുപിടിച്ചു, അങ്ങനെ ഉണ്ടായിട്ടുള്ള ലോസ് ബാങ്ക് എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കത്തില്ല, ബാങ്ക് ഒരിക്കലും അതിന് റെസ്പോൺസിബിളും ആയിരിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കോളാം. അപ്പോൾ ആദ്യം അതിനെ സീസ് ചെയ്യും, ആ ഒരു നോട്ടിനെ സീസ് ചെയ്യും, അതൊരിക്കലും തിരിച്ചു കൊടുക്കത്തില്ല, അതിന് എക്സ്ചേഞ്ച് ആയിട്ട് ജെനുവിൻ കറൻസി കൊടുക്കത്തില്ല. ആ ഒരു എന്താണ് പ്രവൃത്തി കൊണ്ടുണ്ടായിട്ടുള്ള ആ ഒരു കൗണ്ടർ ഫീറ്റ് നോട്ട് കണ്ടുപിടിച്ചതിന് കൊണ്ടുണ്ടായിട്ടുള്ള ലോസ് ഒരിക്കലും ബാങ്ക് വഹിക്കുന്നതായിരിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കോളാം. ഇനി ദ ബാങ്ക് ഡസ് നോട്ട് ഡെപ്പോസിറ്റ് ദ എമൗണ്ട് ഇൻ ടു ദി അക്കൗണ്ട്. അപ്പോൾ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ക്യാഷ് ആയിരിക്കും കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുന്ന. ഒരു 50,000 രൂപ കൊണ്ട് കൊടുത്തു, അതിലൊരു 10,000 രൂപ ഇല്ലെങ്കിൽ ഒരു 5,000 രൂപ എന്താണ് കൗണ്ടർ ഫീറ്റ് നോട്ടായിട്ട് കണ്ടുപിടിച്ചു. പല കറൻസി നോട്ടുകൾ, ഇപ്പോൾ 100 രൂപയുടെ ഒരു 5 എണ്ണം, അങ്ങനെ എന്താണ് 5,000 രൂപയോളം എന്താണ് കൗണ്ടർ ഫീറ്റ് നോട്ടായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ 5,000 രൂപ എന്ന് പറയുന്നത് എന്താണ് മാറ്റി വയ്ക്കും, സീസ് ചെയ്ത് വയ്ക്കും. അതൊരിക്കലും ജെനുവിൻ കറൻസി വെച്ച് റീപ്ലേസ് ചെയ്യുന്നതായിരിക്കത്തില്ല. ആ ലോസ് കസ്റ്റമർ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. 45,000 രൂപയെ ബാക്കി എന്ത് ചെയ്യത്തുള്ളൂ, അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യത്തുള്ളൂ, ആ 5,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ദ ബാങ്ക് ഡസ് നോട്ട് ഡെപ്പോസിറ്റ് ദ എമൗണ്ട് ഇൻ ടു ദി അക്കൗണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇങ്ങനെയായിരിക്കും ഒരു കൗണ്ടർ ഫീറ്റ് നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് ചെയ്യുന്നത്. ഓക്കെ, സീസ് ചെയ്തതിന് ശേഷം എന്താണ് അതിൻ്റെ മുകളിൽ കൗണ്ടർ ഫീറ്റ് ബാങ്ക് നോട്ടെന്ന് എഴുതി വെക്കും. അത് ബാങ്കിൻ്റെ പേരും അതുപോലെ തന്നെ സിഗ്നേച്ചറും ഡേറ്റും, അത് കൗണ്ടർ ഫീറ്റ് അത് സീസ് ചെയ്ത ആളുടെ സിഗ്നേച്ചറൊക്കെ വെച്ചിട്ടായിരിക്കും അത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയോളൂ, ദ ബാങ്ക് ഗീവ്സ് ദ കസ്റ്റമർ ആൻ അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ്. അപ്പോൾ ഇത്ര കറൻസികൾ നിങ്ങൾ തന്നതിൽ കൗണ്ടർ ഫീറ്റ് ആയിരുന്നു, ഫേക്ക് കറൻസി ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് എന്ത് ചെയ്യും, കസ്റ്റമറിന് ഒരു അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് കൊടുക്കുക. അത് നമ്മൾ സീസ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് കൊടുക്കുക. ഇതെല്ലാം ചോദ്യമാണ് കേട്ടോ. ഈ ഒരു പ്രൊസീജിയർ എല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒരു കൗണ്ടർ ഫീറ്റ് നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ, ഈ ഒരു എന്താണ് RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഈ പ്രവൃത്തികളെല്ലാം എന്താണ് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നോക്കിയോളുക, ബാങ്ക് എന്ത് ചെയ്യുന്നു, ആ കസ്റ്റമറിന് ഒരു അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് കൊടുക്കുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും രൂപ കൗണ്ടർ ഫീറ്റ് നോട്ടായിട്ട് നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി എന്താണ്, ദ റെസിപ്റ്റ് കൺഫേംസ് ദാറ്റ് സസ്പെക്റ്റഡ് കൗണ്ടർ ഫീറ്റ് നോട്ട് വാസ് ഡിറ്റക്റ്റഡ് ആൻഡ് സീസ്ഡ്. അപ്പോൾ ഈ റെസിപ്റ്റ് വഴി എന്താണ് ഉറപ്പാക്കുന്നത്, കൗണ്ടർ ഫീറ്റ് നോട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുന്നു. ഇനി മനസ്സിലാക്കുക, ദ നോട്ട് ഈസ് സ്റ്റാമ്പ്ഡ് ആസ് കൗണ്ടർ ഫീറ്റ് നോട്ട്. കൗണ്ടർ ഫീറ്റ് നോട്ട് എന്ന് കൃത്യമായിട്ട് സ്റ്റാമ്പ് ചെയ്യപ്പെടും ആൻഡ് റെക്കോർഡഡ് ഇൻ ബാങ്ക് റെക്കോർഡ്സ്. അപ്പോൾ നമ്മൾ ഈ പടത്തിലൂടെ നോക്കി നമുക്ക് മനസ്സിലാവും, കൗണ്ടർ ഫീറ്റ് ബാങ്ക് നോട്ട് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അതിനെ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സീലുകൾ എല്ലാ ബാങ്കിനും കാണും കേട്ടോ. ഇതിപ്പോൾ യെസ് ബാങ്കിൻ്റെ കൗണ്ടറിൽ കിട്ടിയിട്ടുള്ള ഒരു നോട്ടാണ് നമ്മൾ എന്താണ് ഈ കാണുന്നത്. ഓക്കെ, ഇതുപോലെ എല്ലാ ബാങ്കിനും എന്ത് കാണും, ഒരു സീല് കാണാം. അങ്ങനെ കിട്ടുന്ന നോട്ടുകൾ, കൗണ്ടർ ഫീറ്റ് നോട്ടുകൾ അവരെന്ത് ചെയ്യും, സീല് ചെയ്യും. എങ്ങനെ സ്റ്റാമ്പ് ചെയ്യും, കൗണ്ടർ ഫീറ്റ് നോട്ട് എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് അതിൻ്റെ ബാങ്ക് റെക്കോർഡ്സിൽ അതിൻ്റെ സീരിയൽ നമ്പറെല്ലാം റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ദ ബാങ്ക് റിപ്പോർട്ട്സ് ദി കേസ് ടു ദ പോലീസ് ആൻഡ് റെക്കോർഡ്സ് ഇറ്റ് ഇൻ ദെയർ സിസ്റ്റം. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, പോലീസിന് ഈ കേസ് രജിസ്റ്റർ ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, അവരുടെ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് മുകളിലോട്ടുള്ള ബാങ്കുകളെ എന്താണ് RBIയിലേക്കും ഈ ഒരു കാര്യം റെക്കോർഡ് ചെയ്ത് കൃത്യമായിട്ട് കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കൗണ്ടർ ഫീറ്റ് നോട്ടുകളുടെ കേസിൽ കൃത്യമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ പർപ്പസ് എന്തായിരിക്കും, നമുക്കറിയാം രാജ്യത്ത് എന്താണ്, ഒരു കള്ള നോട്ട് കണ്ടാൽ നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിന് പ്രത്യേകമായിട്ട് മെഷീൻസൊക്കെ ഉണ്ട്. നമ്മൾ ബാങ്കിൽ പോകുമ്പോൾ നമുക്കറിയാം, കൗണ്ടറിൽ നമ്മൾ എന്താണ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് കൗണ്ട് ചെയ്ത് അതിനെ കൗണ്ടർ ഫീറ്റ് നോട്ടാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള മെഷീൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നോട്ടെണ്ണുന്ന മെഷീൻ എന്നൊക്കെ നമ്മൾ പറയല്ലേ, ആ മെഷീൻസ് അത് കണ്ടുപിടിക്കും ആക്ച്വലി. പക്ഷേ നമുക്കൊരു എന്താണ് മെയിൻലി അത് ഒരു എന്താണ് വെളിച്ചത്ത് ഒന്ന് നോക്കിയാലും ആക്ച്വലി കൗണ്ടർ ഫീറ്റ് നോട്ടിലും എന്താണ് മഹാത്മാഗാന്ധിയുടെ എന്താണ് ചിഹ്നമെല്ലാം കാണും, വേറെ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ബാങ്കിൻ്റെ കൗണ്ടറിൽ വെച്ച് അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കപ്പെടും. അപ്പോൾ അങ്ങനെ കൗണ്ടർ ഫീറ്റ് നോട്ടുകൾ സീസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പർപ്പസ് എന്ന് പറയുന്ന മെയിൻ പർപ്പസ്, ദീസ് റൂൾസ് ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ദി സർക്കുലേഷൻ ഓഫ് ഫേക്ക് കറൻസി ആൻഡ് മെയിൻറ്റെയിൻ ട്രസ്റ്റ് ഇൻ ഇന്ത്യൻ മോണിറ്ററി സിസ്റ്റം. അപ്പോൾ ഇന്ത്യയുടെ കറൻസി സർക്കുലേഷനിൽ നിന്നും ഇതുപോലെയുള്ള ഫേക്ക് കറൻസികൾ ഒരു പരിധിവരെ എന്ത് ചെയ്യുന്നുണ്ട്, കൗണ്ടർ ഫീറ്റ് നോട്ട്സ് കൗണ്ടേഴ്സ്, ബാങ്ക് കൗണ്ടേഴ്സ് വഴി സീസ് ചെയ്യുന്നതോടൊപ്പം എന്താണ് അത് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് പറയുന്നത്, ഇഫ് ദ കസ്റ്റമർ ഈസ് ഫൗണ്ട് ടു ഹാവ് റിസീവ്ഡ് ദ ഫേക്ക് നോട്ട് അൺനോയിങ്ലി, അയാളുടെ അറിവില്ലാണ്ടാണ് എന്താണ് ഇങ്ങനെ ഒരു കുറച്ച് കള്ള നോട്ടുകൾ അയാളുടെ കയ്യിൽ എത്തിപ്പെട്ടതെങ്കിൽ, ദേ മേ നോട്ട് ബി പ്രോസിക്യൂട്ടഡ് ബട്ട് ദേ വിൽ സ്റ്റിൽ ലൂസ് ദ മണി. ഇപ്പോൾ നമ്മൾ അറിയാണ്ടാണ് നമ്മുടെ കയ്യിൽ എന്താണ് കുറച്ച് കള്ള നോട്ടുകൾ വരുന്നത്, നമ്മൾ പലയിടത്തു നിന്നും കടം വാങ്ങിയില്ലെങ്കിൽ നമ്മൾ പലയിടത്തു നിന്നും കിട്ടിയ പൈസ കൊണ്ട് ഒരുമിച്ച് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആയിരിക്കും അതിൽ കുറച്ച് നോട്ടുകൾ കൗണ്ടർ ഫീറ്റ് നോട്ടാണെന്ന് പറഞ്ഞ് സീസ് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സോഴ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ ഇന്നയാളുടെ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്ത എമൗണ്ടാണ് നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കത് എന്താണ് നമ്മുടെ ഒരു
അറിവോടുകൂടിയല്ല നമ്മുടെ കയ്യിൽ ആ ഒരു ഫേക്ക് നോട്ടുകൾ എത്തുന്നത്. അങ്ങനെ അൺനോയിങ്ലി എത്തുന്ന കേസുകളിലാണെങ്കിൽ ആ കസ്റ്റമറിന് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് പോകേണ്ടി വരത്തില്ല, അയാളുടെ മുകളിൽ കേസ് എടുക്കത്തില്ല. പക്ഷേ അയാൾ അപ്പോഴും ആ ഒരു ലോസ് സഹിക്കേണ്ടി വരും, ആ ഒരു പൈസ കൗണ്ടർ ഫീറ്റ് ആയതിൻ്റെ ലോസ് അയാൾ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇഫ് ഫേക്ക് നോട്ട്സ് ആർ ഡിസ്പെൻസ്ഡ് ഫ്രം ദി ബാങ്ക്സ് ഓൺ ATM. ഓക്കെ, ആ ബാങ്കിൻ്റെ ATMൽ നിന്നാണ് ഇതുപോലെയുള്ള കൗണ്ടർ ഫീറ്റ് നോട്ടുകൾ വന്നതെങ്കിൽ ദ കസ്റ്റമർ ഷുഡ് റൈസ് എ കംപ്ലൈൻറ്റ് വിത്ത് ദ ബാങ്ക് ടു ഗെറ്റ് ദ റീഫണ്ട് ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ATM വഴി അയാൾക്ക് ATMൽ നിന്നും കാർഡ് വെച്ച് നമ്മൾ പണം പിൻവലിക്കുന്ന സമയത്താണ് ഇതുപോലെ കൗണ്ടർ ഫീറ്റ് നോട്ടുകൾ നമ്മുടെ കയ്യിൽ വന്നതെങ്കിൽ ആ സമയത്ത് അത് ബാങ്കിൻ്റെ കെടുകാര്യസ്ഥതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള സമയങ്ങളിൽ ബാങ്കിലേക്ക് കൃത്യമായിട്ട് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുകയും ആ ഒരു കൗണ്ടർ ഫീറ്റ് നോട്ടിനുള്ള റീഫണ്ട് നമുക്ക് കിട്ടാൻ നമ്മൾ എലിജിബിൾ ആയിരിക്കും എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. ഓക്കെ, അപ്പോൾ ഫേക്ക് നോട്ട് നമുക്ക് ATM വഴിയാണ് കിട്ടുന്നതെങ്കിൽ അത് ബാങ്കിൻ്റെ കെടുകാര്യസ്ഥതയാണെന്നും അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ റീഫണ്ട് കിട്ടാനും എലിജിബിൾ ആണ്. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഫേക്ക് കറൻസീസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലോസ് കൃത്യമായിട്ട് സഹിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫേക്ക് കറൻസിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതിൽ അഡീഷനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഫേക്ക് കറൻസി കള്ളനോട്ട് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് മറ്റേ സൈറൻ ഇടത്തില്ലേ, നാട്ടുകാരെല്ലാവരും ഓടിക്കൂടത്തില്ലേ, പോലീസ് എല്ലാം ജീപ്പിൽ വന്ന് ഇറങ്ങത്തില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും. അത് ഏത് കേസിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അൺനോയിങ്ലി ഒരു കാര്യം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവിടെ പ്രോസിക്യൂഷൻ ഉണ്ടാവത്തില്ല. ബാങ്ക് ആക്ച്വലി ഒരു മാസത്തിൽ 4-5 നോട്ടുകളായിരിക്കും ചിലപ്പോൾ കൗണ്ടർ ഫീറ്റ് നോട്ടുകളായിട്ട് പോലീസിന് കൈമാറുന്നത്. പക്ഷേ അറ്റ് എ ടൈം ഒരു 5 നോട്ടിൽ കൂടുതൽ കൗണ്ടർ ഫീറ്റ് നോട്ടുകൾ ബാങ്കിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഔട്ട് ഓഫ് സിലബസിൽ വരുന്ന കാര്യമാണ്, എന്നാലും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. 5 നോട്ടിൽ കൂടുതലൊക്കെയാണ് നമ്മുടെ ഒരു ബാങ്കിൻ്റെ കേസിൽ അത് കയ്യിൽ കിട്ടുന്ന അറ്റ് എ ടൈം ആ ഒരു സൈമൾട്ടേനിയസ് ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അപ്പോൾ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുകയും FIR ചാർജ് ചെയ്യുകയും ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയുള്ളൂ. അപ്പോൾ ഒരു കുറച്ച് എമൗണ്ട് ഇല്ലെങ്കിൽ 2-3 നോട്ടൊക്കെ ആണെങ്കിലും 1 നോട്ടൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള കേസുകളെ വരാറുള്ളൂ. കാര്യം മോസ്റ്റ് പ്രോബബ്ലി ബുദ്ധിയുള്ള ആരും എന്ത് ചെയ്യത്തില്ല, കള്ളനോട്ട് കയ്യിലുണ്ടെങ്കിൽ അത് അറിവോടെ ഒരിക്കലും നമ്മുടെ ഒരു ബാങ്കിൻ്റെ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കാറില്ല. അൺനോയിങ്ലി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ ഇല്ല, ആ ഒരു നടപടിയിൽ നിന്ന് നമുക്ക് ഊരി പോരാം. പക്ഷേ എന്നാലും അറ്റ് എ ടൈം നമുക്കൊരു വലിയ എമൗണ്ട് ഒരു 5 നോട്ടിൽ കൂടുതലൊക്കെയാണ് നമുക്ക് വരുന്നതെങ്കിൽ അറ്റ് എ ടൈം നമ്മൾ അതിന് ആൻസറബിൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇത് പഠിച്ചോളുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും.